2022 KGF2 എന്ന ഹെവി വെയിറ്റ് പടത്തോടൊപ്പം വിജയുടെ ബീസ്റ്റ് ക്ലാഷിന് വന്നത് എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ബീസ്റ്റ് എങ്ങനത്തെ പടമോ ആയിക്കോട്ടെ, ബട്ട് ഐ ബിലീവ് ദാറ്റ്സ് വാട്ട് എ സ്റ്റാർ മസ്റ്റ് ഡു എന്ന് വെച്ചാൽ പുറത്തുനിന്ന് വലിയൊരുത്തൻ വരുന്നുണ്ടെന്ന് കരുതി എന്റെ തട്ടകത്തിൽ നിന്ന് ഞാൻ പേടിച്ചോടേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ ബീസ്റ്റിന് പകരം അത് ലിയോ ആയിരുന്നെങ്കിൽ തമിഴ്നാട്ടിലും കേരളത്തിലുമെങ്കിലും KGF കുറച്ച് വേർത്തേനെ. എനിവേസ്, അതിനും ഒരു 5 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2017 സമ്മറിൽ ബാഹുബലി 2 എന്ന ജൈജാന്റിക് സിനിമ ഇറങ്ങിയ ടൈം, എന്റെ അറിവിൽ ഇന്ത്യയിലെ മറ്റൊരു ഇൻഡസ്ട്രിയിലെയും ഒരു മേജർ താരത്തിന്റെ സിനിമയും ആ ഒരു ടൈം പീരീഡിൽ ഇറക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല, ഒരാൾ ഒഴിച്ച്. അതിങ്ങ് മോളിവുഡിൽ നിന്നുള്ള ഒരാളായിരുന്നു. ബാഹുബലി 2 ഇറങ്ങി കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ദുൽഖർ സൽമാന്റെ CIA. ഈ അടുത്ത കാലത്തായിട്ട് ദുൽഖർ സൽമാനെ അധികം മലയാളത്തിൽ കാണാത്തത് കൊണ്ട് പലർക്കും പുള്ളിയോടൊരു പുച്ഛമുണ്ട്. ആളുടെ ബോക്സ് ഓഫീസ് പവറിലും ക്രൗഡ് പുള്ളിംഗ് എബിലിറ്റിയിലും സംശയവുമുണ്ട്. പക്ഷെ ബാഹുബലി 2വിനൊപ്പം ക്ലാഷ് വെക്കാൻ ധൈര്യം കാണിച്ച, കോവിഡ് വന്ന് ചിതലരിച്ച കേരളത്തിലെ തിയേറ്ററുകൾ തുറക്കാൻ മോഹൻലാൽ, പ്രിയദർശൻ പോലുള്ള വമ്പൻ ടീമുകൾ പോലും ഭയപ്പെട്ടപ്പോൾ തിയേറ്ററിൽ 50% ഓക്യുപ്പൻസി മാത്രം അനുവദിച്ചിരുന്ന ഒരു സമയത്ത് ഒരു സിനിമ ഇറക്കിവിട്ട് ഒരു മൊത്തം ഇൻഡസ്ട്രിയെ തന്നെ റിവൈവ് ചെയ്ത ചരിത്രവും ഈ നായകനുണ്ട്. ഇനി ഇവിടേക്ക് എത്ര വലിയ ക്രൗഡ് പുള്ളർ വന്നാലും ഈ സംഭവിച്ചതൊന്നും മാഞ്ഞു പോവില്ലല്ലോ. അപ്പൊ നമുക്കിനി സിനിമയിലേക്ക് വരാം.